ശ്രീ കൊടിക്കുന്നിൽ, താങ്കൾ ഈ ദുരന്തമുണ്ടായപ്പോൾ ആ സ്കൂളിലേക്ക് ഓടി വന്നിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ കണ്ടിരുന്നതാണ്. ഇപ്പോൾ നോക്കൂ, കോവൂർ കുഞ്ഞുമോൻ MLA ഇപ്പോൾ പ്രതികരിക്കുന്ന ഇതിലിപ്പോൾ സ്കൂൾ അധികൃതരുടെ വീഴ്ചയുണ്ട്. ഇപ്പോൾ ഇതാ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാനേജ്മെന്റ് തീരുമാനം വന്നിരിക്കുന്നു. ഈ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു സസ്പെൻഷൻ എന്നതിലെ നടപടി, അല്ലെങ്കിൽ ഒരു പരിശോധന എന്ന നിലയ്ക്ക് ഒരു 2-3 ദിവസം ചില കാര്യങ്ങൾ നടക്കും. അതിലപ്പുറം എന്ത് സംഭവിക്കും? ഇതിൽ ആത്യന്തികമായി ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്? ശ്രീ കൊടിക്കുന്നിൽ. അല്ല, അഡ്മിഷൻസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യം അവസാനിക്കില്ല. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റ് ആണ്. CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ് അവിടുത്തെ മാനേജർ. അയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. അയാളെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നാട്ടുകാർ അതിനകത്ത് ഒരു പരിധിവരെയെങ്കിലും നാട്ടുകാർക്ക് അതിനകത്തൊരു ഇതുണ്ടാകത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ സ്കൂൾ നിയന്ത്രിക്കുന്നതും സ്കൂളിന്റെ ഭരണവും എല്ലാം ഹെഡ്മിസ്ട്രസ് അവിടുത്തെ ഒരു HM മാത്രമാണ്. ഇതിന്റെ എല്ലാ ഭരണപരമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. അത് CPMന്റെ നിയന്ത്രണത്തിലാണ്. അത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അതിന്റെ സ്കൂൾ മാനേജർ. അപ്പോൾ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ ആ വീഴ്ച കൊണ്ടാണ് KSEBയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം KSEBയും ഇവരും തൊട്ട് കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് സ്കൂൾ മാനേജരാണ്. സ്കൂൾ മാനേജർ അയാൾ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ആ ഹെഡ്മിസ്ട്രസിനെ മാത്രം ബലിയാടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ആദ്യം സ്കൂൾ മാനേജർ ലോക്കൽ സെക്രട്ടറിയാണ് ഇത് ഉടൻ തന്നെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയക്കണം. അതാണ് നാട്ടുകാരുടെ ആവശ്യം. ശരി, മാനേജർ CPM ആണ്. ഭരണസമിതി CPMകാർക്ക് ഭൂരിപക്ഷമുള്ള മാനേജ്മെന്റ് ആണ്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു ഇത് CPMന്റെ സ്കൂളല്ല എന്ന്. അതിനോട് എന്താണ് പ്രതികരണം? അതൊരു വല്ലാത്ത തമാശയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തള്ളി പറയുന്നത് CPMന്റെ ഒരു സ്വഭാവമാണ്. ഏത് സംഭവങ്ങൾ ഉണ്ടായാലും അതിൽ CPM ആണ് പ്രതിയായി വരുന്നതെങ്കിൽ ആദ്യം അതിനെ തള്ളി പറയും, എന്നിട്ട് പിന്നെ അവരെ സംരക്ഷിക്കും. ഇത് CPMന്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് തന്നെയാണ് കേരളത്തിൽ നടന്നിട്ടുള്ള പല സംഭവ വികാസങ്ങളും നമുക്കറിയാവുന്നതാണ്. CPMന്റെ തള്ളി പറയും, പിന്നെ അവര് വെള്ളപൂശും. ഇത് CPMന്റെ ഒരു സ്വഭാവമാണ്. അവർ തുടർന്നു വരുന്ന ഒരു നയമാണ്. അത് ഇപ്പോൾ തേവരക്കരയിലും അവർ ചെയ്തിരിക്കുകയാണ്. അവർ തള്ളി പറഞ്ഞിരിക്കുന്നു. CPMനെ യാതൊരു ബന്ധമില്ല. അവിടുത്തെ നിയമനങ്ങൾ, അവിടുത്തെ പരിപാടികൾ. ഞാൻ കഴിഞ്ഞ ഇപ്പോൾ ഞാൻ MP ആയിട്ട് ഏതാണ്ട് 4ാമത്തെ ടൈമാണ്. ഇന്നേ വരെ ഒരു പ്രോഗ്രാമിന് പോലും അവിടുത്തെ ജനപ്രതിനിധി പാർലമെന്റ് അംഗം എന്ന നിലയിൽ വിളിച്ചിട്ടില്ല. ആ സ്കൂളിൽ 2 സ്കൂൾ, ഒരു ബോയ്സ് ഹൈസ്കൂളും ഒരു ഗേൾസ് ഹൈസ്കൂളും ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഞാൻ 4ാമത്തെ ടൈം MP ആയി, ഏതാണ്ട് 16 വർഷമായി MP ആയിട്ട് ഇന്നേ വരെ ആ സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ എന്നെ ക്ഷണിച്ചിട്ടില്ല. പക്ക രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത്. അവിടെ അധ്യാപകർ നിയമിക്കുന്ന മൊത്തം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ മക്കളെയാണ് അധ്യാപകരായി നിയമിക്കുന്നത്. ലക്ഷങ്ങൾ വാങ്ങിയാണ് അവർ നിയമിക്കുന്നത്. പാർട്ടി സഖാക്കളെയാണ് നിയമിക്കുന്നത്. അവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും പാർട്ടിയുടെ സഖാക്കളാണ് വരുന്നത്, പങ്കെടുക്കുന്നത്. എന്നെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു നേതാക്കളെയും അവിടേക്ക് അടുപ്പിച്ചിരുന്നില്ല അല്ലേ? യെസ്, അതാണ്. അവിടുത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, വാർഡ് മെമ്പർ കോൺഗ്രസ് ആണ്, MP കോൺഗ്രസ് ആണ്. ഞങ്ങളാരും ഒരു പരിപാടിക്ക് പോലും വിളിക്കില്ല. മാനേജ്മെന്റ് കമ്മിറ്റി പോലും, അവിടെ സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റി പോലും ഞങ്ങളാരും പങ്കെടുപ്പിക്കത്തില്ല. പക്ക രാഷ്ട്രീയമാണ് അവിടെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിൽ കാണിക്കാൻ പാടില്ലാത്ത രാഷ്ട്രീയമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്കൂളിൽ നടന്നതിന് ഉത്തരവാദിത്വം പൂർണ്ണമായും ഈ മാനേജ്മെന്റിനാണ്. ലോക്കൽ സെക്രട്ടറിയാണ് മാനേജർ. അയാളെ അറസ്റ്റ് ചെയ്യണം. അയാളെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ആ മരിച്ച, അല്ലെങ്കിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്, ആ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ ഈ ലോക്കൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്യണം. അല്ലാതെ HMനെ സസ്പെൻഡ് ചെയ്ത് വെള്ളപൂശി സഹാക്കന്മാരെ രക്ഷപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കില്ല, അനുവദിക്കുകയുമില്ല. തീർച്ചയായും. ശ്രീ കൊടിക്കുന്നിൽ, ഇപ്പോൾ താങ്കൾ 4 തവണ MP ആയ ശേഷം അവിടുത്തെ സ്കൂളുകളുടെ, ഈ സ്കൂൾ മാത്രമല്ല സ്കൂളുകളുടെ അവസ്ഥ സംബന്ധിച്ചൊരു പരിശോധന നടത്തേണ്ടതാണ്. അത് അങ്ങ് നടത്തിയിട്ടുണ്ടോ? അല്ല, സ്കൂളുകളുടെ പരിശോധന നടത്തേണ്ടത് DOയും അതോടൊപ്പം തന്നെ AEO അവരാണ് നടത്തേണ്ടത്. അൺഫിറ്റ്നസ് നോക്കേണ്ടത് PWD ആണ്, പൊതുമരാമത്താണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ സ്കൂളുകളിൽ വല്ല പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത്. ബാക്കി സ്കൂളുകളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് അണ്ടറിലാണ്. അതോടൊപ്പം തന്നെ അതത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ സർക്കാർ സ്കൂളുകളുടെയൊക്കെ നിയന്ത്രണമുള്ളത്. അവിടെ എന്തെങ്കിലും പരിപാടികളോ ഏതെങ്കിലും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ സമീപിക്കുമ്പോഴാണ് നമ്മൾ ആ സ്കൂളിൽ ചെല്ലുകയോ അല്ലെങ്കിൽ അവർക്ക്
ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 10,000-1500 സ്കൂളുകളുണ്ട്. അതിൽ തന്നെ 10,000-ഓളം ഗവൺമെന്റ് സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളെല്ലാം ഒരു പാർലമെന്റ് അംഗത്തിന് ചെല്ലാൻ കഴിയില്ല. അപ്പോൾ എന്താണ്, ഏതെങ്കിലും പ്രോഗ്രാമുകൾ സ്കൂളിൽ നടക്കുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കും, അല്ലെങ്കിൽ സ്കൂളിന് ആവശ്യവുമായി ബന്ധപ്പെട്ട് PTA-യോ ഹെഡ്മിസ്ട്രസോ സ്റ്റാഫോ വന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ ഹൈസ്കൂളുകളാണെങ്കിൽ അത് പഞ്ചായത്തിന്റെ കീഴിലാണ്, ഹയർ സെക്കൻഡറി ആണെങ്കിൽ അത് UP-LP ആണെങ്കിൽ പഞ്ചായത്ത്, ഹൈസ്കൂൾ ആണെങ്കിൽ ജില്ലാ പഞ്ചായത്ത്. ഇങ്ങനെ ആണ് അതിന്റെ ഭരണം, നമ്മുടെ സ്കൂളുകളുടെ ഭരണം നോക്കുന്നത്. ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, ത്രിതല പഞ്ചായത്തുകളാണ്. അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പാണ്, അത് കഴിഞ്ഞ് PWD ആണ്. വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്താൽ പോരാ, ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്തം മാനേജർക്കാണ്. മാനേജറെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്കൂളിന്റെ ഒരു നടപടികളും ഒരു പരിപാടികൾക്കും കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നില്ല, അകറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. നേരത്തെയും ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ വന്നിരുന്നതാണ്. Debate with Smriti Parathikkad.